ഗവർണർക്കെതിരെ മന്ത്രി പി രാജീവിന്റെ പരിഹാസം. ഗവർണർക്കെതിരെ വീണ്ടും വിമർശനവുമായി മന്ത്രി പി രാജീവ്. ഗവർണർ എന്നത് ആലങ്കാരിക പദവി മാത്രമെന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. നിയമസഭ ബില്ല് പാസാക്കി അയച്ചാൽ പിന്നെ ഗവർണർ വിശദീകരണം തേടേണ്ടതില്ല. യാത്രയുടെ തിരക്കിൽ ഭരണഘടന വായിക്കാൻ പോലും ഗവർണർമാർക്ക് കഴിയുന്നില്ലെന്നും മന്ത്രി പരിഹസിച്ചു. KLF വേദിയിലാണ് പി രാജീവിന്റെ വിമർശനം. ഗവർണർ പറയാണ് ബില്ല് പാസ്സാക്കിയിട്ട് അത് എനിക്ക് വേണ്ടത്ര തൃപ്തിപരമായ വിസ്തീർണം കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് വിസ്തീർണം വരേണ്ട ഉത്തരവാദിത്തമില്ല. ആസ് എ ഹോം മിനിസ്റ്റർ ആണ് ഞാൻ, എനിക്ക് ഉത്തരവാദിത്തമില്ല. കാരണം എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ സ്വതന്ത്രമായ സംവിധാനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടന 167 മുഖ്യമന്ത്രിയുടെ ചുമതല. ആർട്ടിക്കിൾ 200 പറയുന്നത് ഗവർണർക്ക് എന്തെങ്കിലും പിന്നെ മാറ്റം വരുത്തണമെങ്കിൽ യു ഷുഡ് സെൻഡ് ഇറ്റ് ബാക്ക് ടു ദ ലെജിസ്ലേച്ചർ, നോട്ട് ടു ദ ചീഫ് മിനിസ്റ്റർ, നോട്ട് ടു ദ എക്സിക്യൂട്ടീവ്, ടു ദ ലെജിസ്ലേച്ചർ. വളരെ വ്യക്തമാണ് ഭരണഘടന. പക്ഷേ ഈ ഭരണഘടന വായിക്കാൻ ഈ യാത്രയുടെ തിരക്ക് പോലെ പല ഗവർണർമാർക്കും അഭിജിത്ത് മുഴക്കുന്ന് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, ഈ ഭൂപതിവ് ഭേദഗതി നിയമം അത് ഐകകണ്ഠമായി നിയമസഭ പാസാക്കിയതാണ്. പക്ഷേ അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗവർണർ ഒപ്പിടാതെ. 3 വട്ടം മുഖ്യമന്ത്രിക്കടക്കം എഴുതി, പക്ഷേ സർക്കാരിൽ നിന്ന് പ്രതികരണം വന്നിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസവും ഗവർണർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു എന്നല്ലേ പി രാജീവിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്? തീർച്ചയായും വേണു, നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് തുടരുകയാണ്. ഇതിൽ ഗവർണറുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയമമന്ത്രി പി രാജീവ് നിലപാട് വ്യക്തമാക്കിയത്. അത് സർക്കാരിൻ്റെ നിലപാടായി തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വായിച്ചെടുക്കേണ്ടിയും വരും. KLF-ൽ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഭരണഘടന ചരിത്രവും സംസ്കാരവും എന്ന പേരിൽ ഒരു സെഷൻ നടന്നത്. ഈ സെഷനിൽ പങ്കെടുക്കവെയാണ് പി രാജീവ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം, ഒരു വിമർശനം ഉന്നയിച്ചത്. മോഡറേറ്ററുടെ ഒരു ചോദ്യം ഫെഡറലിസവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. മോഡറേറ്ററുടെ ചോദ്യം, ഈ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി പി രാജീവ്. ഈ ഘട്ടത്തിലാണ് ഫെഡറലിസത്തെ തകർക്കുന്ന പല ഘടകങ്ങളിൽ ഒന്നായി ഈ ഒരു ഗവർണർ പദവിയെ പി രാജീവ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല്, ആ ബില്ലിൽ പിന്നീട് ഒരു വിശദീകരണം ചോദിക്കുക എന്നുള്ളൊരു പതിവ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിയമം ഗവർണർക്ക് ബാധകമല്ല. മറിച്ച് അത് ലെജിസ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ ഈ നിയമസഭയിലേക്ക് തിരിച്ചയക്കാനുള്ളൊരു കാര്യം മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുമതി മാത്രമാണ് ഗവർണർക്കുള്ളത്. പക്ഷേ ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള അറിവുകൾ പലപ്പോഴും പല ഗവർണർമാരും മനസ്സിലാക്കുന്നില്ല. കേവലം ആലങ്കാരികമായ പദവി മാത്രമാണ് ഈ ഗവർണറുടേത്. അത് അംബേദ്കറെ അടക്കം കോട്ട് ചെയ്തുകൊണ്ടാണ് പി രാജീവ് നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ഈ ആലങ്കാരികമായ പദവികളിലാണ് ഗവർണർ ഇരിക്കുന്നത്. നേരിട്ട് നമുക്കറിയാം, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള പോര് നമുക്കറിയാവുന്നതാണ്. നേരിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ പേരെടുത്ത് വിമർശിക്കുന്നില്ലെങ്കിൽ കൂടി ഗവർണർ എന്ന പദവിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ പദവി ഏത് തരത്തിലാണ് ഈ സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ് പി രാജീവ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട്, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഈ ഏതൊക്കെ തരത്തിലുള്ള നിയമങ്ങളാണ് നിലനിൽക്കുന്നത്, എന്താണ് തങ്ങളുടെ അധികാര പദവി എന്നതിനെ കുറിച്ചെല്ലാം തന്നെ ഗവർണർമാർക്ക് ചിലപ്പോൾ പരിചയക്കുറവുണ്ടാകാം, വ്യക്തത കുറവുണ്ടാകാം. ഈ യാത്രകൾക്കിടയിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചു നോക്കുന്നതിലടക്കം ഗവർണർക്ക് സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകാം. തുടങ്ങി അത്തരത്തിൽ നിശ്ചിതമായ ഒരു വിമർശനമാണ് മന്ത്രി പി രാജീവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഈ വരും ദിവസങ്ങളിലടക്കം ഇതിനൊരു മറുപടി ഗവർണറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നതടക്കം നമ്മൾ ഉറ്റുനോക്കുകയാണ്. നിയമസഭാ സമ്മേളനം അടക്കം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ, ബജറ്റ് സമ്മേളനം അടക്കം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലാണ് മന്ത്രി പി രാജീവിന്റെ ഈ ഒരു വിമർശനം, ഈ ഒരു പരാമർശം അത് സർക്കാരിന്റെ വിമർശനമായി കണ്ടുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള മറുപടിയാണ് ഗവർണറുടെ ഭാഗത്ത് നടക്കം വരിക എന്നുള്ള കാര്യവും ഇനി നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനിയൊരു ഇടവേള.